ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ വണ്ടി കയറിയിരുന്നു. ചേട്ടൻ ആദ്യം ഭയങ്കര സാഡൊക്കെ ആയിരുന്നു. ഞങ്ങളും കുറച്ച് നേരം അവിടെ ഒന്നും മിണ്ടാണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാട്ട് വെച്ച് ഇരുന്ന് ഭയങ്കര ഡാൻസായി തുടങ്ങി. ചേട്ടൻ എപ്പോഴും അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടാക്കാനാന്ന് തന്നെ മറന്നുപോയി. ഞങ്ങൾ ഫുൾ ഡാൻസ് വൈബായിരുന്നു. ആ ഒരു നോട്ടീസ് പോലത്തെ പേപ്പർ ഞങ്ങൾ പെട്ടിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി ഞങ്ങൾ വെറുതെ ഒരു വൈബിന് വേണ്ടി അതെടുത്ത് വീഡിയോ എടുക്കുമ്പോൾ വെറുതെ കിടന്ന് ഡാൻസ് കളിക്കായിരുന്നു ഗൈസ്. കുറച്ചു നേരം കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ട്രിപ്പ് പോണ പോലെ ഇരുന്നു ഞങ്ങളുടെ വൈബ് കണ്ടിട്ടുണ്ടെങ്കിൽ. സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ എന്താണ് പറയാനുള്ളത്? രണ്ടുമുണ്ട്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ എയർപോർട്ട് എത്താറായപ്പോൾ ഞാൻ ചേട്ടനോട് പോയിട്ട് എങ്ങനെയുണ്ട്, എന്താണ് ഇപ്പോൾ തോന്നുന്നതെന്നൊക്കെ പോയി വെറുതെ ഇൻ്റർവ്യൂ എടുത്തു. ഈ നോട്ടീസിൻ്റെ പ്ലാൻ എൻ്റെ കുഞ്ഞിൻ്റെ മാത്രം മാസ്റ്റർ മൈൻഡാണ്. അത് പക്ഷെ പുറത്തെടുത്ത വശം കണ്ട വശം കിച്ചു ചേട്ടൻ വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് പറിച്ച് കീറി കളഞ്ഞു. ഭയങ്കര സെഡായി ഞങ്ങൾക്കത്. അങ്ങനെ അവിടെ എയർപോർട്ടിലെത്തി ലഗേജൊക്കെ ഇറക്കുന്ന ടൈമിൽ അച്ഛച്ചേട്ടൻ വീഡിയോ കോൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഗൈസിന് കാണിച്ചു തന്നതാണ്. അങ്ങനെ ഫൈനലി കിച്ചുചേട്ടന് പോകേണ്ട ടൈമായി. അപ്പോൾ പതുക്കെ അവിടേക്ക് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റ ബൊബ്ബയൊക്കെ തന്നിട്ട് കിച്ചുചേട്ടൻ പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയും വീഡിയോ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൊബ്ബൈ, സീ യു.